നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന് വിട നൽകാനൊരുങ്ങി നാട്. മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ആലപ്പുഴയിലെ തറവാട്ട് വീട്ടിലേക്ക് പുറപ്പെട്ടു. യാത്രയിലുടനീളം തങ്ങളുടെ പ്രിയ നേതാവിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ തടിച്ചുകൂടിയത് വൻ ജനാവലി. ദുരൂഹ സാഹചര്യത്തിൽ യുവതി പൊള്ളലേറ്റ് മരിച്ചത് തോപ്രാംകുടി പുത്തിട്ട ഷിജി ഷാജി. സംഭവം തോപ്രാംകുടിയിലെ ഇവരുടെ വീട്ടിൽ വെച്ച. മുരിക്കാശ്ശേരി പോലീസ് അന്വേഷണം ആരംഭിച്ചു. കട്ടപ്പന നിർമ്മല സിറ്റിയിലെ നടപ്പുവഴിയിൽ സ്വകാര്യ വ്യക്തികളുടെ ഇടപെടൽ മൂലം 50ഓളം കുടുംബങ്ങളുടെ യാത്ര ബുദ്ധിമുട്ടിൽ. 3 അടി വീതി ഉണ്ടായിരുന്ന നടപ്പുവഴിയിൽ ഇരുഭാഗത്തും സ്വകാര്യ വ്യക്തികൾ വേദികൾ സ്ഥാപിച്ചതോടെ റോഡിന്റെ വീതി കുറഞ്ഞ കാൽനട യാത്ര ദുരിതത്തിൽ. കട്ടപ്പന നിർമ്മല സിറ്റി വാഴവര PMGSY റോഡിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞത് വീടിന് അപകട ഭീഷണി. റോഡിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് വലിയ തോതിൽ മണ്ണ് വീട്ടുമുറ്റത്തേക്ക് വീണത് കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയിൽ. ഇടിഞ്ഞ ഭാഗത്ത് വീണ്ടും മണ്ണിടിയാനുള്ള സാധ്യത നിലനിൽക്കുന്നു. വിശദമായ വാർത്തകളിലേക്ക്. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന് വിട നൽകാനൊരുങ്ങി നാട്. മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ആലപ്പുഴയിലെ തറവാട്ട് വീട്ടിലേക്ക് പുറപ്പെട്ടു. യാത്രയിലുടനീളം വൻ ജനാവലിയാണ് തങ്ങളുടെ പ്രിയ നേതാവിനെ അവസാനമായി ഒരു നോക്കു കാണാൻ തടിച്ചുകൂടിയത്. രാവിലെ തിരുവനന്തപുരത്ത് ദർബാർ ഹാളിലെത്തിച്ച മൃതദേഹത്തിൽ ആയിരങ്ങൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഗവർണർ രാജേന്ദ്ര ആർലേക്കർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രിമാർ, CPMന്റെ PB അംഗങ്ങൾ, പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കളടക്കം മത, സാമുദായിക, സാമൂഹിക, രാഷ്ട്രീയ മേഖലകളിലെ ഒട്ടേറെ പ്രമുഖർ പ്രിയ നേതാവിന് ആദരമർപ്പിച്ചു. ദർബാർ ഹാളിലെ പൊതുദർശനത്തിന് ശേഷം വിലാപയാത്രയ്ക്കായി സജ്ജീകരിച്ച ബസ്സിലേക്ക് VSന്റെ ഭൗതിക ശരീരം മാറ്റി. തിരുവനന്തപുരത്ത് നിന്നും ആലപ്പുഴയിലെ വേലിക്കകത്ത് തറവാട്ട് വീട്ടിലേക്കാണ് വിലാപയാത്ര. യാത്ര കടന്നുപോയ വഴികളിലെല്ലാം വൻ ജനാവലിയാണ് തങ്ങളുടെ പ്രിയ നേതാവിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ തടിച്ചുകൂടിയത്. വഴിനീള ജനങ്ങൾ പ്രിയ നേതാവിന് അന്ത്യാഭിവാദ്യം അർപ്പിച്ചു. വിലാപയാത്രയിൽ വിവിധയിടങ്ങളിൽ പൊതുജനങ്ങൾക്ക് VSനെ കാണാൻ അവസരം ഒരുക്കിയിരുന്നു. ബുധനാഴ്ച രാവിലെ മുതൽ CPM ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ VS അച്യുതാനന്ദന്റെ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. തുടർന്ന് ആലപ്പുഴ കടപ്പുറത്തെ പോലീസ് റിക്രിയേഷൻ ഗ്രൗണ്ടിലും പൊതുദർശനമുണ്ടാകും. ഉച്ചയ്ക്ക് ശേഷം വലിയ ചുടുകാട്ടിൽ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാരം ക്രമീകരിച്ചിരിക്കുന്നത്. VSനെ ജനകീയനായ നേതാവായി മാറ്റുന്നതിൽ പ്രധാന പങ്കുവഹിച്ചത് ഇടുക്കിയാണ്. ഇടുക്കിയിൽ വിവിധ വിഷയങ്ങളിൽ അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ കേരളമാകെ ചർച്ച ചെയ്യപ്പെട്ടു. മതികെട്ടാനും മൂന്നാറും മുല്ലപ്പെരിയാറും പെമ്പിളൈ ഒരുമൈ സമരവുമൊക്കെ VSന്റെ രാഷ്ട്രീയ മുന്നേറ്റത്തിന് കരുത്തു പകർന്നു. 2002 മതികെട്ടാൻ മല കയറുമ്പോൾ VSന് പ്രായം 80നോടടുത്തിരുന്നു. എന്നിട്ടും ഉറച്ച ചുവടുകളുമായി അദ്ദേഹം മല കയറി. മുല്ലപ്പെരിയാർ പ്രശ്നം ആളിക്കത്തിയ നാളുകളിൽ അണക്കെട്ടിൽ VS നേരിട്ടെത്തി. ചപ്പാത്ത് സമരപ്പന്തലിൽ വന്ന പോരാട്ടത്തിന് പിന്തുണ അറിയിച്ചു. പുതിയ അണക്കെട്ട് പണിയാൻ കേരളം സന്നദ്ധമാണെന്ന് പ്രഖ്യാപിച്ചത് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദനാണ്. കേരള ഗവൺമെന്റ് തന്നെ അതിന്റെ മുഴുവൻ ചെലവും വഹിച്ചുകൊണ്ട് കെട്ടണം എന്നാണ് നിർദ്ദേശമെങ്കിൽ അങ്ങനെ ഉള്ള വസ്തുത കേന്ദ്ര ഗവൺമെന്റ്, പ്രധാനമന്ത്രി തുറന്നു പറയണം. അങ്ങനെ പറഞ്ഞാൽ ഈ നാട്ടിലെ ജനങ്ങളിൽ നിന്ന് മലയാളികളുടെ സുഹൃത്തുക്കളുമായിട്ടുള്ള ജനങ്ങളാകെ തന്നെ അതിൻ്റെ പേരിൽ അണിനിരന്ന് ഡാം നിർമ്മിക്കുന്നതിന് ആവശ്യമായ പണം തന്നു സഹായിക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. അങ്ങനെ 135 ലക്ഷം ജനങ്ങളെ സംരക്ഷിക്കുകയും തമിഴ്നാടിന് മുമ്പ് നൽകിക്കൊണ്ടിരുന്ന വെള്ളം തന്നെ കൊടുക്കാനുള്ള ഒരു അവസരം ഉണ്ടാവുകയും എല്ലാമായിരിക്കും അതിൻ്റെ പരിണിത ഫലമായി ഉണ്ടാകാൻ പോകുന്നത്.
2007 മൂന്നാർ ദൗത്യം VS എന്ന രാഷ്ട്രീയ നേതാവിന്റെ നിശ്ചയദാർഢ്യത്തിന്റെ തെളിവായിരുന്നു. മൂന്നാറിൽ അനധികൃത കെട്ടിടങ്ങൾക്ക് മേൽ JCB കൈകൾ ഉയർന്നു. കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കിയും കയ്യേറ്റ ഭൂമിയിൽ സർക്കാർ ബോർഡ് സ്ഥാപിച്ചും VS എല്ലാവരെയും അമ്പരപ്പിച്ചു. വീണ്ടും മൂന്നാറിൽ VS എത്തുന്നത് 2015-ലാണ്. പെമ്പിളൈ ഒരുമൈ സമരം കേരളമാകെ തരംഗമായി മാറിയ നാളുകൾ. ഒറ്റ രാഷ്ട്രീയക്കാരെയും സമരക്കാർ അംഗീകരിച്ചില്ല. എന്നാൽ VSനെ മുദ്രാവാക്യം വിളികളോടെ സ്ത്രീ തൊഴിലാളികൾ സ്വീകരിച്ചു. അദ്ദേഹത്തിന്റെ ഉറച്ച നിലപാടിലാണ് സമരം അവസാനിച്ചത്. ഇത് സംബന്ധിച്ച് വേണ്ടതുപോലെ കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് വന്നാൽ നിങ്ങൾ ഇപ്പോൾ നടത്തിയ ആ സമരത്തിന്റെ രൂപത്തിൽ തന്നെയുള്ള സമരം വേണ്ടിവരുമോ ഇല്ലയോ എന്നുള്ളത് ഗൗരവമായി തന്നെ ആലോചിക്കുകയും അത് സംബന്ധിച്ചുള്ള അറിയിപ്പുകൾ വേണ്ടപ്പെട്ടവരെല്ലാം തന്നെ അറിയിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ സഹായവും എൻ്റെ നേതൃത്വത്തിൽ ഉണ്ടാകുമെന്നും ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഇടുക്കിയുടെ മണ്ണും മനുഷ്യരും VSന് പ്രിയപ്പെട്ടവരായിരുന്നു. പലപ്പോഴും VSന്റെ കർശന നിലപാടുകൾ മലയോര കർഷകർക്ക് പ്രതികൂലമാകുമോ എന്ന് പോലും പലരും ഭയന്നു. എന്നാൽ പരിസ്ഥിതിക്ക് വേണ്ടി നിലകൊണ്ട VS ഇടുക്കിയിലെ കർഷക സമൂഹത്തെ ചേർത്ത് നിർത്തി. CHR, ഗാഡ്ഗിൽ, കസ്തൂരിരംഗൻ റിപ്പോർട്ടുകൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇടുക്കിക്കാർക്ക് വേണ്ടി ശക്തമായ നിലപാടെടുത്ത നേതാവായിരുന്നു VS. VS അച്യുതാനന്ദന്റെ നിര്യാണത്തെ തുടർന്ന് CPM കട്ടപ്പന ഏരിയ കമ്മിറ്റി ഓഫീസിൽ അനുശോചന യോഗം നടത്തി. വിവിധ രാഷ്ട്രീയ, സാമൂഹിക, വ്യാപാര സംഘടനാ നേതാക്കൾ VSന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുക്കുന്ന നേതാവിനെയാണ് നഷ്ടമായിരിക്കുന്നതെന്ന് UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി പറഞ്ഞു. നമ്മുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു പോരാളിയായി നിലകൊണ്ടുകൊണ്ട് സമൂഹത്തിലെ താഴേക്കിടയിലുള്ള ആളുകളുടെ ഉന്നമനം സ്വപ്നം കണ്ടുകൊണ്ട് വിട്ടുവീഴ്ചയില്ലാത്ത നിലയിലുള്ള പോരാട്ടം നടത്തിയ ഒരു നേതാവിനെയാണ് VS അച്യുതാനന്ദൻ്റെ മരണത്തിലൂടെ സമൂഹത്തിന് നഷ്ടമായിട്ടുള്ളത്. അദ്ദേഹം എടുത്ത നിലപാടുകൾ അത് പൂർണ്ണമാണെന്നും ശരിയാണെന്നുള്ള ബോധ്യത്തോടു കൂടി ആ നിലപാടുകൾക്ക് വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പോരാട്ടം അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിത്വത്തിൻ്റെ വേറിട്ട ഒരു മുഖമായിരുന്നു. കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരിലെല്ലാം വ്യത്യസ്തനായ നേതാവായിരുന്നു അച്യുതാനന്ദൻ എന്ന BJP ദേശീയ സമിതി അംഗം ശ്രീനഗരി രാജൻ അനുസ്മരിച്ചു. കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം വ്യത്യസ്തനായ രാഷ്ട്രീയ നേതാവായിരുന്നു. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. അദ്ദേഹം സ്വന്തമായ ഒരു പാത വെട്ടിത്തുറന്ന നേതാവാണ്. എല്ലാ നേതാക്കന്മാരും സഞ്ചരിച്ച വഴിയിലൂടെയല്ല, അദ്ദേഹം ഒരു പാത വെട്ടിത്തുറന്നതാണ്. പാർട്ടിക്കകത്തെ ഉൾപാർട്ടി സമരത്തോടൊപ്പം തന്നെ ചില ഘട്ടത്തിൽ അത് ശരിയല്ല എന്ന് തനിക്ക് തോന്നുന്ന സന്ദർഭത്തിൽ വേലിക്കെട്ട് പൊളിച്ചും അദ്ദേഹം പൊതുസമൂഹത്തോടൊപ്പം നിന്നും അദ്ദേഹത്തിൻ്റെ നിലപാട് ഉറക്കെ പറയാൻ ധൈര്യം കാണിച്ചിട്ടുള്ളൊരു നേതാവാണ്. ആ നിലയിലുള്ള ഒട്ടേറെ വിവാദങ്ങളും അദ്ദേഹത്തെ പിന്തുടർന്നിട്ടുണ്ട്.
പക്ഷേ അപ്പോഴെല്ലാം കേരള ജനത, കേരളത്തിലെ അദ്ദേഹത്തെ എതിർക്കുന്നവർ, കമ്മ്യൂണിസ്റ്റുകാരെ എതിർക്കുന്നവർ, മാർക്സിസ്റ്റ് വിരുദ്ധർ, അതിനപ്പുറമുള്ള പൊതുസമൂഹം എല്ലാം അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിന്നു എന്നുള്ളതാണ് പ്രത്യേകത. അത്ര വലിയ സ്വീകാര്യത ഉള്ളൊരു നേതാവാണ് അദ്ദേഹം. ഭാരതത്തിലെ ഏറ്റവും വലിയ ഇതിഹാസ ഗ്രന്ഥം മഹാഭാരതമാണ്. അദ്ദേഹം ഒരു മഹാഭാരതമാണ്. അത്ര വലിയ ഇതിഹാസ പുരുഷനാണ്. കേരളം എന്നും അദ്ദേഹത്തെ ഓർമ്മിക്കും. കേരള കോൺഗ്രസ് സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം മനോജ് തോമസ്, ആൽവിൻ തോമസ്, വ്യാപാരി വ്യവസായ ഏകോപന സമിതി കട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് സാജൻ ജോർജ് തുടങ്ങിയവർ അനുശോചനം രേഖപ്പെടുത്തി. അഴിമതിക്കെതിരെയും സ്വജനപക്ഷപാതത്തിനെതിരെയും സന്ധിയില്ലാതെ പോരാടി അദ്ദേഹം വിശ്വസിച്ച ആശയത്തിൽ മരണം വരെ ഉറച്ചു നിന്നുകൊണ്ട് ഏറ്റവും താഴേക്കിടയിലുള്ള ജനങ്ങളെ ഉന്നമനത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടി ധീരമായി പോരാട്ടം നയിച്ച ഒരു ധീരസഹാവായിരുന്നു CVS. സ്വന്തമായ തീരുമാനപ്രകാരം സ്വന്തം ഇഷ്ടത്തോടുകൂടി വഴിതെറ്റാതെ അതിലേക്ക് നയിക്കപ്പെടുന്ന ഒരു നേതാവായിരുന്നു VS അച്യുതാനന്ദൻ. പ്ലാച്ചിനാട്, അതുപോലെ തന്നെ എൻഡോസൾഫാൻ മുതലായ പല സമരപരിപാടികളിലും, മതികെട്ടാൻ, മൂന്നാർ, എല്ലാ കാര്യങ്ങളിലും ദൃഢനിശ്ചയത്തോടുകൂടി സ്വന്തമായിട്ട് ഇറങ്ങിത്തിരിച്ചിരുന്ന ഒരു പാർട്ടി നേതാവാണ് VS അച്യുതാനന്ദൻ. സ്വന്തമായ കാഴ്ചപ്പാടുകൾ എപ്പോഴും പുലർത്തിയിരുന്നു. CPM ജില്ലാ കമ്മിറ്റി അംഗം VR സുജി, ഏരിയ സെക്രട്ടറി മാത്യു ജോർജ്, MC ബിജു, ടോമി ജോർജ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കാഞ്ചാർ അഞ്ചുരുളി വിനോദസഞ്ചാര കേന്ദ്രത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദന്റെ ഇടപെടൽ വലിയ ഉണർവാണ് സമ്മാനിച്ചത്. കക്കാട്ടുകടയിലെ വേദിയിൽ വെച്ച് VS അഞ്ചുരുളിയുടെ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി അഞ്ചുരുളിയിൽ ബോട്ട് ഇറക്കാൻ കളക്ടറെ ചുമതലപ്പെടുത്തിയിരുന്നു. 2008 അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദൻ കാഞ്ചിയാർ കക്കാട്ടുകടയിൽ എത്തിയത്. പ്രതികൂല കാലാവസ്ഥയെപ്പോലും അവഗണിച്ച കക്കാട്ടുകടയിൽ വെച്ചായിരുന്നു വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം VS നിർവഹിച്ചത്. ഉദ്ഘാടനത്തിന് ശേഷം അഞ്ചുരുളിയിലേക്ക് പോകുവാൻ അച്യുതാനന്ദൻ ശ്രമിച്ചെങ്കിലും സുരക്ഷാ ഉദ്യോഗസ്ഥർ സമ്മതിച്ചില്ല. ഈ വേദിയിൽ വെച്ചാണ് VS അഞ്ചുരുളിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ഉദ്ഘാടനത്തിന് ശേഷം അന്നത്തെ ജില്ലാ കളക്ടറെ അഞ്ചുരുളിയിൽ ബോട്ട് ഇറക്കുവാൻ ചുമതലപ്പെടുത്തുകയും ചെയ്തു. തൊട്ടടുത്ത ദിവസം ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് വാങ്ങി നൽകിയ ബോട്ട് നീറ്റിലിറക്കി. അങ്ങനെ കാഞ്ചിയാറിന്റെ വിനോദസഞ്ചാര കേന്ദ്രമായ അഞ്ചുരുളിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച അച്യുതാനന്ദനെ ഓർത്തെടുക്കുകയാണ് അന്നത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും നിലവിലെ CPM കട്ടപ്പന ഏരിയ സെക്രട്ടറിയുമായ മാത്യു ജോർജ്. അഞ്ചുരുളി സൗന്ദര്യോത്സവം എന്ന പരിപാടി സംഘടിപ്പിക്കുമ്പോൾ കടുത്ത മഴയും പേമാരിയുമായി. അന്ന് ഇവിടുത്തെ പോലീസിന്റെ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് ഒരു കാരണവശാലും ഇവിടെ വരാൻ കഴിയില്ല എന്ന നിലയിലുള്ള റിപ്പോർട്ടാണ് നൽകിയത്. എന്നാൽ വളരെ ഉറച്ച മനസ്സോടുകൂടി തീരുമാനിച്ച പരിപാടിക്ക് കൃത്യമായി പങ്കെടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അഞ്ചുരുളി സൗന്ദര്യോത്സവ പരിപാടിയിൽ വരികയും ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. അവിടെ വച്ചാണ് അഞ്ചുരുളി ജലാശയത്തിൽ ഒരു ബോട്ട് സർവീസിന് വേണ്ടി അദ്ദേഹം മുമ്പ് തന്നെ അതിനുള്ള അനുമതി വാങ്ങിത്തരുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇടപെട്ടു. ആ ബോട്ട് അദ്ദേഹം നീറ്റിലിറക്കി അവിടെ ബോട്ടിങ്ങിന് ആവശ്യമായ സൗകര്യങ്ങളും കൂടി ക്രമീകരിച്ച് ആ കാര്യങ്ങൾ പരിശോധിച്ചിട്ട് കൂടിയാണ് അദ്ദേഹം അവിടെ നിന്ന് പോയത്. ഏതൊരു കാര്യവും എടുക്കുന്ന തീരുമാനത്തോട് 100% ആത്മാർത്ഥതയും നിർബന്ധ ബുദ്ധിയും പ്രകടിപ്പിക്കുന്ന നമ്മുടെ രാജ്യത്തെ തന്നെ അത്യപൂർവമായിട്ടുള്ള ഭരണാധികാരികളിൽ ഒരാളായിരുന്നു സഖാവ് VS. എന്നാൽ ബോട്ട് ജലാശയത്തിൽ ഇറക്കിയതുമായി ബന്ധപ്പെട്ട തടസ്സവാദവുമായി വനംവകുപ്പ് രംഗത്ത് വന്നതോടെ ബോട്ട് കരക്കടിപ്പിക്കേണ്ടി വന്നു. ഇപ്പോഴും ഒരു സ്മാരകമായി ബോട്ട് അഞ്ചുരുളിയിൽ അവശേഷിക്കുന്നുണ്ട്. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ നിര്യാണത്തെ തുടർന്ന് വണ്ടിപ്പെരിയാറിൽ അനുസ്മരണം നടന്നു. നിരവധി ആളുകൾ അദ്ദേഹത്തിന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. വണ്ടിപ്പെരിയാർ സെൻട്രൽ ജംഗ്ഷനിൽ നടന്ന അനുസ്മരണ പരിപാടിയിൽ CPM പീരുമേട് ഏരിയ സെക്രട്ടറി S. സാബു അധ്യക്ഷനായിരുന്നു. ജില്ലാ കമ്മിറ്റി അംഗം G. വിജയാനന്ദ് അനുസ്മരണ പ്രഭാഷണം നടത്തി. രാജ്യത്തെയും കേരളത്തിലെയും പാർട്ടിയെ കെട്ടിപ്പടുക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച നേതാവാണ് ശ്രീ VS. അഭിയുക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നാഷണൽ കൗൺസിലിൽ നിന്നും ഇറങ്ങിപ്പോന്ന 32 പാർട്ടി നേതാക്കന്മാർ അവരാണ് CPIM രൂപീകരിച്ചത്. അത് CPIM രൂപീകരിക്കുന്നതിൽ പങ്കുവഹിച്ച അഭിയുക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നാഷണൽ കൗൺസിലിൽ ഇറങ്ങിപ്പോകുന്ന 32 പേരിൽ അവശേഷിച്ചിരുന്നത് സഖാവ് VS മാത്രമാണ്. 31 പേരും ഇതിനോടകം
മരണപ്പെട്ടിരുന്നു. അവശേഷിച്ചിരുന്ന ഒരേ ഒരാൾ സഖാവ് VS ആണ്. VSന്റെ വിയോഗത്തോടുകൂടി പാർട്ടിയുടെ സ്ഥാപക നേതാക്കൾ എന്ന നിലയ്ക്ക് കണക്കാക്കപ്പെടുന്ന 32 പേരിൽ ആരും തന്നെ ഇപ്പോൾ അവശേഷിക്കുന്നില്ല. CPM ടൗൺ ബ്രാഞ്ച് സെക്രട്ടറി മണി, മറ്റ് നേതാക്കൾ, ഓട്ടോ ടാക്സി തൊഴിലാളികൾ, ചുമട്ടുതൊഴിലാളികൾ തുടങ്ങിയവർ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. ബുധനാഴ്ച അനുശോചന യോഗവും ചേരും. ദുരൂഹ സാഹചര്യത്തിൽ യുവതി പൊള്ളലേറ്റ് മരിച്ചു. തോപ്രാംകുടി പുത്തേട്ട് ഷിജി ഷാജിയാണ് മരിച്ചത്. തോപ്രാംകുടിയിലെ ഇവരുടെ വീട്ടിൽ വച്ചായിരുന്നു സംഭവം. മുരിക്കാശ്ശേരി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. തോപ്രാംകുടി ടൗണിൽ പലചരക്ക് കട നടത്തുന്ന പുത്തേട്ട് ഷാജിയുടെ ഭാര്യ ഷിജിയാണ് മരിച്ചത്. മർച്ചന്റ് അസോസിയേഷൻ വനിതാ വിംഗ് തോപ്രാംകുടി യൂണിറ്റ് സെക്രട്ടറിയായിരുന്നു ഇവർ. തോപ്രാംകുടിയിലുള്ള ഇവരുടെ വീട്ടിൽ വെച്ചാണ് സംഭവം നടന്നത്. ഷിജിയുടെ നിലവിളി കേട്ട് തൊട്ടടുത്ത മുറിയിലുണ്ടായിരുന്ന മാതാവ് എത്തിയപ്പോഴാണ് ഷിജിയുടെ ശരീരത്തിൽ തീ പടർന്നതായി കാണുന്നത്. തുടർന്ന് ബഹളം വെച്ചതോടെ നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ ഓടിയെത്തി തീയണച്ചെങ്കിലും ഇവർക്ക് ഗുരുതരമായി പൊള്ളലേറ്റിരുന്നു. തുടർന്ന് ഇടുക്കി മെഡിക്കൽ കോളേജിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മണ്ണെണ്ണയോ ടിന്നർ പോലുള്ള ദ്രാവകമോ ആണ് അഗ്നിബാധയ്ക്ക് കാരണമെന്നാണ് നിഗമനം. ആത്മഹത്യയാണോ അപകടമാണോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ ഇത് സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂവെന്ന് മുരിക്കാശ്ശേരി പോലീസ് പറഞ്ഞു. മൃതദേഹം ഇടുക്കി മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. വെൺമണി വള്ളിയോടത്ത് കുടുംബാംഗമാണ് ഷിജി. റോസ്മരിയ, കിരൺ, അന്നാമരിയ എന്നിവർ മക്കളാണ്. കട്ടപ്പന നിർമ്മല സിറ്റി വാഴവര PMGSY റോഡിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞത് വീടിന് അപകട ഭീഷണി ഉയർത്തുന്നതായി പരാതി. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയിലാണ് റോഡിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ വലിയ തോതിൽ മണ്ണ് വീട്ടുമുറ്റത്തേക്ക് വീണത്. ഇടിഞ്ഞ ഭാഗത്ത് വീണ്ടും മണ്ണിടിയാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. കട്ടപ്പന നിർമ്മല സിറ്റി വാഴവര PMGSY റോഡിന്റെ സംരക്ഷണ ഭിത്തിയാണ് കഴിഞ്ഞ ദിവസം ഇടിഞ്ഞത്. റോഡിന് താഴ്വശത്ത് താമസിക്കുന്ന TJ ജോണിന്റെ വീടിന്റെ ഒരു ഭാഗത്തേക്കാണ് മണ്ണിടിഞ്ഞു വീണിരിക്കുന്നത്. ഇതോടെ അപകട ഭീഷണി മുന്നിൽ കണ്ടാണ് തങ്ങൾ ഇവിടെ കഴിയുന്നതെന്ന് കുടുംബം പറയുന്നു. അപ്പോൾ ഇതിലെ വെയിറ്റ് കൂടിയ വണ്ടി പോയി കഴിഞ്ഞാൽ ഇടിയാനുള്ള സാധ്യത ഇനി ഏറെയാണ്. കഴിഞ്ഞ നാളത്തെക്കാളും ഏറെയാണ് ഇപ്പോൾ ഇടിയാനുള്ള സാധ്യത. 2018 ഇടിഞ്ഞു, 2019 ഇടിഞ്ഞു. അത് കഴിഞ്ഞിട്ട് വലിയ ശല്യമില്ലാതിരിക്കുകയായിരുന്നു. ഈയിടെയാണ് ഇത്രയും ഇടിഞ്ഞത്. അപ്പോൾ ഇനി ഇടിയുന്നത് ഈ വരുന്ന വാഹന സഹിതം അങ്ങോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് റോഡിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അവിടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് നിങ്ങളെ വിളിച്ചു വരുത്തിയത്. നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തും. അവർ ആ നിലയ്ക്ക് കാര്യങ്ങൾ ശ്രദ്ധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. മുനിസിപ്പാലിറ്റിയിൽ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ വന്നപ്പോൾ മുനിസിപ്പാലിറ്റിയിൽ നിന്നും വില്ലേജ് ഓഫീസർ അടക്കം ഇവിടെ വന്നിട്ട് വിസിറ്റ് ചെയ്ത് പോയതാണ്. പക്ഷെ ഒരു ചലനവും ഉണ്ടായിട്ടില്ല. മണ്ണിടിഞ്ഞ ഭാഗത്ത് വീണ്ടും ഇടിയാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ കടന്നുപോകുന്ന വഴിയാണിത്. വാഹനങ്ങൾ റോഡിന്റെ വശം ചേർന്ന് വന്നാൽ മണ്ണ് കൂടുതലായി ഇടിയാനുള്ള സാധ്യതയുമുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് റോഡ് നിർമ്മിച്ച സമയത്ത് എടുത്തിട്ട മണ്ണാണ് ഈ ഭാഗത്തുള്ളത്. ഇതിനാൽ മണ്ണിന് വലിയ ഉറപ്പില്ല. മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ മണ്ണിടിയാനുള്ള സാധ്യതയും ഏറെയാണ്. അടിയന്തരമായി ബന്ധപ്പെട്ടവർ ഇടപെട്ട് അപകട ഭീഷണിക്ക് പരിഹാരം കണ്ടെത്തി നൽകണമെന്ന ആവശ്യമാണ് കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത്. മരിയാപുരത്തിന് സമീപം മില്ലുംപടിയിൽ വാറ്റുചാരായവും കോടയുവുമായി ഒരാൾ അറസ്റ്റിൽ. മരിയാപുരം മില്ലുംപടി സ്വദേശി പനച്ചിൽ സുരേഷാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ദിവസമാണ് പ്രതിയെ എക്സൈസ് സംഘം പിടികൂടിയത്. തങ്കമണി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ രാഹുൽ ജോണും സംഘവും നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. പ്രതിയുടെ വീടിന് സമീപത്ത് കുഴിച്ചിട്ട നിലയിൽ 25 ലിറ്റർ കോടയവും വീട്ടിനുള്ളിൽ നിന്ന് 2.5 ലിറ്ററോളം വാറ്റുചാരായവും എക്സൈസ് സംഘം കണ്ടെടുത്തു. വിവിധ അബ്കാരി കേസുകളിൽ മുൻപ് അറസ്റ്റിലായിട്ടുള്ള വ്യക്തിയാണ് സുരേഷ്. പരിശോധനയിൽ പ്രിവന്റീവ് ഓഫീസർമാരായ JNP ജോൺ, ഷിജു PK, ജിൻസൺ, ജോഫിൻ, വനിതാ CEO ഷീന തോമസ്, അമൽ, ആനന്ദ്, ബിലേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. അറസ്റ്റിലായ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. പട്ടേക്കുടി ഡെവലപ്മെന്റ് ഇൻഡസ്ട്രിയൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ഉദ്ഘാടനവും ആർട്ടിസാൻ കാർഡ് വിതരണവും നടന്നു. പട്ടേക്കുടി പ്രതിഭ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടി ജില്ലാ കളക്ടർ V. വിഘ്നേശ്വരി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ നിന്നും ആദ്യമായി ഭൗമസൂചികാ പദവി ലഭിച്ച ഗോത്രവർഗ ഉൽപ്പന്നമായ കണ്ണാടിപ്പായി നിർമ്മിക്കുന്നവരുടെ സൊസൈറ്റിയുടെ ഉദ്ഘാടനവും ആർട്ടിസാൻ കാർഡ് വിതരണവുമാണ് പട്ടേക്കുടി പ്രതിഭ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നത്. ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ജില്ലാ കളക്ടറെ പരമ്പരാഗത ആദിവാസി ശൈലിയിലാണ് വേദിയിലേക്ക് സ്വീകരിച്ചത്. വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജു MA അധ്യക്ഷത വഹിച്ച യോഗം ജില്ലാ കളക്ടർ V. വിഘ്നേശ്വരി ഉദ്ഘാടനം ചെയ്തു.
സ്പൈസ് കാര്യങ്ങൾ, ഏലം, ടീ എല്ലാം നമ്മുടെ സോവനിയർ ആയിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കുന്നുണ്ട്. അത് കൊടുക്കുന്നതെല്ലാം പ്ലാസ്റ്റിക്കിലാണ്. സോ അങ്ങനെ മാറ്റിയിട്ട് ഇതുപോലെ ഒരു ബോക്സ് ഇനിയും കുറച്ച് കൂടുതൽ ബ്യൂട്ടിഫൈ ചെയ്യണം. ഓക്കെ, അത് കാണുമ്പോൾ ഭംഗിയുണ്ട്, പക്ഷെ ഇനിയും കുറച്ച് ഭംഗി കൂട്ടിയാൽ എല്ലാവർക്കും ഇത് കണ്ട് ബോധ്യപ്പെടാൻ സാധിക്കും. സോ അതുപോലെ കുറച്ചും കൂടി ചെയ്യാൻ നമ്മുടെ GM വഴി ആർട്ടിസൻസ് കൂടി ദിസ് ഇസ് ഗുഡ്. ഇത് നമ്മളെന്തോ കൂടുതൽ കളർ കാര്യങ്ങളെല്ലാം ഇട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഫിനിഷിംഗ് ഉണ്ടല്ലേ, ചിലതൊക്കെ പുറത്ത് ഇങ്ങനെ വരുന്നുണ്ടല്ലേ, ഇത് നിങ്ങൾ കൈ കൊണ്ട് ചെയ്യുന്നത് കൊണ്ടാണ്. പക്ഷെ അത് വീണ്ടും മെച്ച രീതിയിൽ ചെയ്താൽ കൂടുതൽ സ്ഥലത്തേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. ആർട്ടിസാൻ കാർഡ് വിതരണം ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈനി റിജി നിർവഹിച്ചു. ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ ലിസിയാമ്മ സമുവേൽ ആമുഖ പ്രഭാഷണം നടത്തി. കണ്ണാടിപ്പായ ഭൗമസൂചിക പദവിയും സാധ്യതകളും എന്ന വിഷയത്തിൽ ഫോറസ്റ്റ് സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ AV രഘു ക്ലാസ് നയിച്ചു. ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KK രവി, കോർഡിനേറ്റർ വിജു വർഗീസ്, ITDP പ്രൊജക്ട് ഓഫീസർ G അനിൽ, ഊരുമുപ്പൻ ബിബിൻ രാജപ്പൻ, മണി KV തുടങ്ങിയവർ സംസാരിച്ചു. തമിഴ്നാട് തേനി ജില്ലയുടെ ആദ്യ വനിതാ പോലീസ് മേധാവിയായി ഡോക്ടർ B സ്നേഹപ്രിയ IPS ചുമതലയേറ്റു. ജില്ലയുടെ 17ാമത് ജില്ലാ പോലീസ് മേധാവിയാണ് B സ്നേഹപ്രിയ. ആന്ധ്ര സ്വദേശിയായ സ്നേഹപ്രിയ 2017 ബാച്ച് IPS ഉദ്യോഗസ്ഥയാണ്. നിലവിലെ സാഹചര്യത്തിൽ ശബരിമല മണ്ഡലകാലം, മുല്ലപ്പെരിയാർ തുടങ്ങിയ വിഷയങ്ങളിലും ഇടപെടൽ നടത്തുന്നത് പുതിയ ജില്ലാ പോലീസ് മേധാവിയായിരിക്കും. കാഞ്ചിയാർ നരിയമ്പാറ മന്ന മെമ്മോറിയൽ സ്കൂളിൽ ആർട്സ് ഹബിന്റെ ഉദ്ഘാടനം നടന്നു. HCN മാനേജിംഗ് ഡയറക്ടർ ജോർജി മാത്യു ഉദ്ഘാടനം ചെയ്തു. പുതുതലമുറയ്ക്ക് കലയുടെയും സംഗീതത്തിന്റെയും ലഹരി പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ആർട്സ് ഹബ് ആരംഭിച്ചത്. HCN മാനേജിംഗ് ഡയറക്ടർ ജോർജി മാത്യു ഉദ്ഘാടനം നിർവഹിച്ചു. ഉദ്ഘാടനം നിർവഹിച്ചത് യശശരീരനായ ശ്രീ മന്നത്ത് പത്മനാഭൻ അവറുകളാണ് ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹത്തിൻ്റെ പേരിലുള്ള നിങ്ങളുടെ ഈ സ്കൂളിൽ എനിക്ക് വന്ന് ഈ ആർട്ട് ഹബ് ഉദ്ഘാടനത്തിന് നിൽക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് എനിക്ക് വളരെ അഭിമാനം തോന്നുന്ന കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇന്ന് ഇവിടെ ഇരിക്കുന്ന വിദ്യാർത്ഥികളായിട്ടുള്ള നിങ്ങൾ നാളുകളിൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നിങ്ങളൊരു പക്ഷേ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാനം അലങ്കരിക്കുന്ന ആളുകൾ ആയി മാറും എന്ന് എനിക്ക് നല്ല വിശ്വാസം ഉള്ളതുകൊണ്ട് നിങ്ങൾ മുന്നിൽ നിൽക്കുന്നത് ഞാൻ വളരെ സന്തോഷത്തോടെ ഓർമ്മിക്കുകയാണ്. മോട്ടിവേഷൻ സ്പീക്കർ പ്രിയ വിജീഷ് മുഖ്യപ്രഭാഷണം നടത്തി. ചിത്രകാരൻ KB മനോജ് കുമാർ, വയലിൻ കലാകാരൻ സുരേന്ദ്രൻ മാഷ് തുടങ്ങിയവർ പങ്കെടുത്തു. അയ്യപ്പൻകോവിൽ മാട്ടുക്കട്ടയിൽ അപകട ഭീഷണിയിലായ 3 ഫേസ് വൈദ്യുതി ലൈൻ കടന്നു പോകുന്ന ഇരുമ്പ് പോസ്റ്റ് നിൽക്കുന്നത് കയർ ഉപയോഗിച്ചു കെട്ടിയ നിലയിൽ. കയർ കെട്ടിയിരിക്കുന്നതാകട്ടെ ചെതൽപുറ്റിന് മുകളിൽ നിൽക്കുന്ന പഴയ ടെലിഫോൺ പോസ്റ്റിലും. മലയോര ഹൈവേ കടന്നുപോകുന്ന മാട്ടുക്കട്ട മാർക്കറ്റ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന വൈദ്യുതി പോസ്റ്റ് കാൽനട യാത്രക്കാർക്ക് ഭീഷണിയാക്കുന്നു. കഴിഞ്ഞ ഒരു മാസക്കാലമായി അപകടാവസ്ഥയിലായ പോസ്റ്റ് KECB ഉദ്യോഗസ്ഥർ കയർ ഉപയോഗിച്ച് സമീപത്തെ മതിലിനോട് ചേർന്ന് നിൽക്കുന്ന പഴയ ടെലിഫോൺ പോസ്റ്റിൽ കെട്ടിവച്ചിരിക്കുകയാണ്. ഈ കയർ ഏതു നിമിഷവും പൊട്ടിപ്പോകാവുന്ന സ്ഥിതിയിലാണ്. 3 ഫേസ് 2 ഫേസ് വൈദ്യുതി ലൈനുകൾ ഉൾപ്പെടെ ഈ പോസ്റ്റിൽ സ്ഥാപിച്ചിരിക്കുന്നതിനൊപ്പം സമീപത്തെ ട്രാൻസ്ഫോമറും സ്ഥിതി ചെയ്യുന്നുണ്ട്. ദിനംപ്രതി വൈദ്യുതിയാഘാതം ഏറ്റു മരിക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചിട്ടും യാതൊരുവിധ നടപടിയും എടുക്കാത്ത ഉദ്യോഗസ്ഥരുടെ അലസതയും കെടുകാര്യസ്ഥതയുമാണ് ഇത് തെളിയിക്കുന്നതെന്ന് പൊതുപ്രവർത്തകർ ആരോപിക്കുന്നു. അയ്യപ്പൻകോവിൽ പഞ്ചായത്തിൽ മാട്ടുക്കട്ട ടൗണിനോടടുത്ത് തന്നെ 11 kV പോസ്റ്റ് അത് കയറിട്ട് വലിച്ച് ചേവയർ കെട്ടി നിർത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ മണ്ടവശം കെട്ടിയതിൻ്റെ കെട്ട് പൊട്ടി തന്നെ കയറ പിണി പൊട്ടി വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ പോസ്റ്റ് അവിടെ നിന്ന് മാറ്റി സുരക്ഷിതമായി നിർത്തേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഇതിന് പരിസരത്ത് തന്നെ വൻ മരങ്ങൾ റോഡിനോട് ചേർന്ന് നിൽക്കുന്നു. കാരണം ആ കാറ്റ് പിടിച്ചാൽ തന്നെ ആ മരങ്ങൾ ഈ ലൈനിലേക്ക് വീഴും. തൊട്ടടുത്ത് സ്കൂളുകളുണ്ട്. ഇപ്പം ഇതിൽ ധാരാളം കുട്ടികളൊക്കെ നടന്നു പോകാൻ ധാരാളം വാഹനങ്ങൾ സർവീസുള്ള റോഡാണ്. അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് ഈ മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിനും അതുപോലെ തന്നെ ഈ പോസ്റ്റ് ബലവത്താക്കുന്നതിനും വേണ്ട നടപടികൾ സ്വീകരിക്കണം. മാട്ടുക്കട്ട, മേരികുളം തുടങ്ങിയ വിവിധ പ്രദേശങ്ങളിലേക്ക് നൂറുകണക്കിന് വിദ്യാർത്ഥികളും സ്കൂൾ വാഹനങ്ങളും കടന്നുപോകുന്ന വഴിയിലാണ് പോസ്റ്റ് സ്ഥിതി ചെയ്യുന്നത്. പോസ്റ്റ് സ്ഥിതി ചെയ്യുന്ന ഭാഗത്ത് സ്വകാര്യ സ്കൂളും പ്രവർത്തിക്കുന്നുണ്ട്. അടിയന്തരമായി പോസ്റ്റുകൾ മാറ്റിസ്ഥാപിച്ച് അപകടാവസ്ഥ ഒഴിവാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സ്വന്തമായി ഒരു ഓഫീസ് മന്ദിരം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കി രാജകുമാരി സൗത്ത് ലയൺസ് ക്ലബ്.
രാജകുമാരി ടൗണിന്റെ ഹൃദയഭാഗത്താണ് ഓഫീസ് ഒരുക്കിയിരിക്കുന്നത്. ലയൺസ് ഹൗസിന്റെ ഉദ്ഘാടനം മുൻ ഡിസ്ട്രിക്ട് ഗവർണർ അഡ്വക്കേറ്റ് വാമനകുമാർ നിർവഹിച്ചു. 2010 രാജകുമാരി സൗത്തിൽ പ്രവർത്തനം ആരംഭിച്ച ലയൺസ് ക്ലബ് 15 വർഷം പിന്നിടുമ്പോൾ സാമൂഹിക സേവന രംഗത്ത് സജീവ പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത്. 4 ഭവനങ്ങൾ നിർമ്മിച്ചു നൽകി. നിരവധി ചികിത്സാ സഹായങ്ങളും ആശുപത്രികൾക്കും സ്കൂളുകൾക്കും ഉപകരണങ്ങളും എത്തിച്ചു നൽകി. 15 വർഷക്കാലമായി വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ലയൺസ് ക്ലബ് സ്വന്തമായി ആസ്ഥാന മന്ദിരം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ്. രാജകുമാരി ടൗണിനോട് ചേർന്നൊരുക്കിയിരിക്കുന്ന ഓഫീസ് മന്ദിരത്തിന് ലയൺസ് ഹൗസ് എന്നാണ് പേരിട്ടിരിക്കുന്നത്. മന്ദിരത്തിന്റെ ഉദ്ഘാടനം ലയൺസ് മുൻ ഡിസ്ട്രിക്ട് ഗവർണർ അഡ്വക്കേറ്റ് വാമനകുമാർ നിർവഹിച്ചു. രാജ്യത്തിന് സുരക്ഷിതത്വം വേണമെന്ന് ആഗ്രഹിച്ച് അവരായിട്ട് ചെയ്ത ഒരു വർക്ക് അത് ലോകത്തിന്റെ അത്ഭുതങ്ങളൊന്നായി മാറി. എനിക്ക് തോന്നുന്നത് 15 വർഷം കൊണ്ട് നിങ്ങൾ ഒരു അത്ഭുതം സൃഷ്ടിച്ച ദിവസമാണ് ഇന്ന്. കാരണം രാജകുമാരി എന്ന നഗരത്തിന്റെ കണ്ണായ സ്ഥലത്ത് എന്നോട് ബേസിൽ വണ്ടി അവിടെ റോഡിൽ നിന്ന് ഞാൻ നടക്കേണ്ടി പറയാം. ഇല്ല, ഒന്നുമില്ല, 2 മിനിറ്റ് 1 മിനിറ്റ് ആയിരുന്നു. അപ്പൊ ഞാൻ അത്ഭുതപ്പെട്ടു. ഇത്രയും നഗരത്തിനടുത്ത് അത് എൽദോസിനെ പോലെ ഒരു വലിയ മനസ്സിന്റെ ഉടമ നിങ്ങളെ കൂടെ ചേരാനും കഴിഞ്ഞില്ലാണ്. ഇത് തീർച്ചയായിട്ടും 15 വർഷം കൊണ്ട് ഇത്രയും നല്ല മനോഹരമായ ഒരു ആസ്ഥാനം എന്തു വന്നാലും തീർച്ചയായിട്ടും നമ്മളെ മീറ്റിംഗുകൾ നടത്താനും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ നമുക്ക് ഉപയോഗപ്പെടുത്തുന്ന നല്ലൊരു ആസ്ഥാനം ഉണ്ടായി. ക്ലബ് പ്രസിഡന്റ് CD തോമസ്, PV ബേബി, ബേസിൽ T ജേക്കബ്, സുബിൻ ചാക്കോ, ബിനോ ജോസഫ്, സുധീർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ലയൺസ് ക്ലബ് ഓഫ് ചെട്ടിക്കുഴിയുടെ പുതിയ ഭാരവാഹികളുടെ സത്യപ്രതിജ്ഞ നടന്നു. ബിനു ബേബിച്ചൻ പ്രസിഡന്റായും രഘുനാഥ് KP സെക്രട്ടറിയായും തോമസ് ജോസഫ് ട്രഷററായും ചുമതലയേറ്റു. പ്രസിഡന്റ് ജോസ് പുല്ലാന്തനാൽ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ലയൺസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318C ആദ്യ വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ VS ജയേഷ്, 2025-26 വർഷത്തെ പ്രസിഡന്റായി ബിനു V ബേബിയെയും സെക്രട്ടറിയായി രഘുനാഥ് KPയെയും ട്രഷററായി തോമസ് ജോസഫ് എന്നിവരെയും ചുമതലയേൽപ്പിച്ചു. ശ്രീജിത്ത് K ഉണ്ണിത്താൻ പുതിയ അംഗങ്ങളെ ഇൻസിസ്റ്റ് ചെയ്തു. സർവീസ് പ്രൊജക്ട് ഉദ്ഘാടനം ജോർജ് തോമസ് നിർവഹിച്ചു. ലയൺസ് വോയിസ് പ്രകാശനം റിജി ജോസഫ് നിർവഹിച്ചു. പരിപാടിയിൽ വെച്ച് വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ആദരിച്ചു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. കട്ടപ്പന നിർമ്മല സിറ്റിയിലെ നടപ്പുവഴിയിൽ സ്വകാര്യ വ്യക്തികളുടെ ഇടപെടൽ മൂലം 50ഓളം കുടുംബങ്ങളുടെ യാത്ര തടസ്സപ്പെടുന്നതായി പരാതി. 3 അടി വീതി ഉണ്ടായിരുന്ന നടപ്പുവഴിയിൽ ഇരുഭാഗത്തും സ്വകാര്യ വ്യക്തികൾ വേലികൾ സ്ഥാപിച്ചതോടെ റോഡിന്റെ വീതി കുറഞ്ഞ കാൽനട യാത്ര പോലും ദുരിതമായിരിക്കുകയാണ്. കട്ടപ്പന ഗ്രാമപഞ്ചായത്തായിരുന്നപ്പോൾ ആസ്തി രജിസ്റ്ററിൽ ചേർത്ത നടപ്പുവഴിയാണ് നിർമ്മല സിറ്റി ഉലഹന്നാൻ തടംപടി വെട്ടുകല്ലാം കുഴിപ്പടി റോഡ്. ഗ്രാമപഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നടപ്പുവഴിയിൽ ഏതാനും ദൂരം കോൺക്രീറ്റ് ചെയ്യുകയും നടകളടക്കം നിർമ്മിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ബാക്കിയുള്ള ഭാഗം മൺവഴിയായി തുടരുകയാണ്. ആസ്തി രജിസ്റ്ററിൽ 3 അടി വീതിയാണ് പാതയ്ക്കുള്ളത്. മേഖലയിലെ 50ഓളം കുടുംബങ്ങളാണ് ഈ റോഡിനെ ആശ്രയിക്കുന്നത്. കോൺക്രീറ്റ് കഴിഞ്ഞ മൺഭാഗം ഉള്ളിടത്ത് ഏതാനും സ്വകാര്യ വ്യക്തികൾ ഇരുഭാഗവും വേലികൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഒരാൾ ഇരുമ്പ് വേലിയും മറ്റൊരാൾ ചെമ്പരത്തി വേലിയുമാണ് സ്ഥാപിച്ചിരിക്കുന്നത്. വർഷങ്ങൾ കഴിഞ്ഞതോടെ മണ്ണിടിഞ്ഞും മറ്റുമായി റോഡിന്റെ സ്വാഭാവിക വീതി നഷ്ടപ്പെട്ടു. ഇതോടെ 3 അടി വീതി ഉണ്ടായിരുന്ന റോഡിനിപ്പോൾ 1.5 അടി മാത്രമാണ് വീതി. കൂടാതെ കാൽനട യാത്രക്കാർക്ക് പലപ്പോഴും അപകടങ്ങൾ ഉണ്ടാകാറുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. 45 വർഷമായിട്ട് നല്ല വഴി തന്നെയായിരുന്നു. ഈ മുള്ളുവേലി ഇടുന്നതിന് മുമ്പ് മുള്ളുവേലി ഇട്ടിട്ട് 7-8 വർഷത്തോളമായി. ഇപ്പം ആദ്യം ഞങ്ങൾ ഈ മുള്ളുവേലി ഇവിടെ ഇടരുതെന്ന് ഇവരോട് നമ്മൾ പരമാവധി പറഞ്ഞു. പക്ഷേ അവരത് ശ്രദ്ധിച്ചില്ല. മുള്ളുവേലി ഞങ്ങൾ ഇടുമെന്ന് പറഞ്ഞാൽ അവരിട്ട്. ഞങ്ങൾക്കിത് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് തന്നെ ഞങ്ങൾക്കിത് 3 അടി വഴി ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളതാണ്. ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ വഴിയില്ല. ഒരു സൈഡിൽ മുള്ളുവേലിയും മറു സൈഡിൽ ഇങ്ങനെ ചെമ്പരത്തിയും കുത്തി ഇറക്കി ഇത് റെഡിയാക്കി വെച്ചേക്കുവാണ്. കൊച്ചുങ്ങൾ പള്ളിക്കൂടത്തിൽ പോയിട്ട് വരുന്ന വഴികളാണ്. പല പ്രാവശ്യം മുള്ളുവേലി വീണ് കൊച്ചിന് അപകടം ഉണ്ടായി. കവളെല്ലാം മുറിയുകയും നെറ്റി മുറിയുകയും എൻ്റെ കൈയെല്ലാം മുറിയുകയും ഒക്കെ ചെയ്തു. എത്ര പറഞ്ഞിട്ട് അവർ കേൾക്കുന്നില്ല. ഈ നെറ്റെങ്കിലും ഈ പുറത്തോട്ട് ഒന്ന് കെട്ടാമെന്ന് ചോദിച്ചപ്പോൾ അവർ കാശ് കൊടുത്ത് മേടിച്ച നെറ്റാണ്. ഇത് കീറാൻ അവർക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനത്തെ ഒരു ഇത് ഞങ്ങൾക്ക് ഈ പ്രതിസന്ധി ഒന്ന് മാറ്റി തന്നേ പറ്റത്തുള്ളൂ. ഞങ്ങൾ മുനിസിപ്പാലിറ്റിയിലും പരാതി കൊടുത്തിട്ടുണ്ട്, കളക്ടറേറ്റിലും പരാതി കൊടുത്തിട്ടുണ്ട്. എവിടെ നിന്നാണെങ്കിലും അധികാരികൾ കണ്ണു തുറന്ന് ഇത് ശരിയാക്കി തരണം. മഴക്കാലമാകുന്നതോടെ കോൺക്രീറ്റ് ഇല്ലാത്ത ഭാഗങ്ങളിൽ വഴുക്കലുണ്ടാവുകയും യാത്രക്കാർ തെന്നി വീഴുന്നതും പതിവാണ്. കഴിഞ്ഞ ദിവസം വീട്ടമ്മയ്ക്ക് ഇവിടെ വീണ് പരിക്കേറ്റിരുന്നു. ഇതിന് പിന്നാലെ സ്കൂൾ വിദ്യാർത്ഥിക്കും തെന്നി വീണ പരിക്കേറ്റു. രോഗാവസ്ഥയിലുള്ളവരെ അടിയന്തര സാഹചര്യത്തിൽ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് പോലും ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. വിഷയത്തിൽ നഗരസഭ അധികൃതർക്കും ജില്ലാ കളക്ടർക്കും നാട്ടുകാർ പരാതി നൽകി. കഴിഞ്ഞ ദിവസം നഗരസഭ അധികൃതർ റോഡ് സന്ദർശിച്ചിരുന്നു.
നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. GRK സ്പൈസസ്, KCB ജംഗ്ഷൻ, കട്ടപ്പന. നിജാബ് സ്പൈസസ്, മാർക്കറ്റ് റോഡ്, കട്ടപ്പന. ആൻഡ് പുത്തൻമുരിക്കൽ സ്പൈസസ്, KCB ജംഗ്ഷൻ, കട്ടപ്പന. കാർഡമം ഗ്രോവേഴ്സ് ഫോർ എവർ ഏലക്കാലയിലെ വിവരം. ആകലോട്ട് 78, വിൽപ്പനയ്ക്ക് വന്നത് 11,852, വിൽപ്പന നടന്നത് 11,222, കൂടിയ വില 3,013, ശരാശരി വില 2,603. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 660 രൂപ, ഏലം കൂടിയ വില 2,600, ഏലം ശരാശരി വില 2,200. കാപ്പിപ്പരിപ്പ് 380, ഗ്രാമ്പു 780, കൊക്കോ 90, റബ്ബർ 185. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 9,285 രൂപ, വെള്ളി 128. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. GRK സ്പൈസസ്, KCB ജംഗ്ഷൻ, കട്ടപ്പന. നിജാബ് സ്പൈസസ്, മാർക്കറ്റ് റോഡ്, കട്ടപ്പന. ആൻഡ് പുത്തൻമുരിക്കൽ സ്പൈസസ്, KCB ജംഗ്ഷൻ, കട്ടപ്പന. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന് വിട നൽകാനൊരുങ്ങി നാട്. മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ആലപ്പുഴയിലെ തറവാട്ട് വീട്ടിലേക്ക് പുറപ്പെട്ടു. യാത്രയിലുടനീളം തങ്ങളുടെ പ്രിയ നേതാവിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ തടിച്ചുകൂടിയത് വൻ ജനാവലി. ദുരൂഹ സാഹചര്യത്തിൽ യുവതി പൊള്ളലേറ്റു മരിച്ചു. മരിച്ചത് തോപ്രാംകുടി പുത്തിട്ട ഷിജി ഷാജി. സംഭവം തോപ്രാംകുടിയിലെ ഇവരുടെ വീട്ടിൽ വെച്ച. മുരിക്കാശ്ശേരി പോലീസ് അന്വേഷണം ആരംഭിച്ചു. കട്ടപ്പന നിർമ്മല സിറ്റിയിലെ നടപ്പുവഴിയിൽ സ്വകാര്യ വ്യക്തികളുടെ ഇടപെടൽ മൂലം 50ഓളം കുടുംബങ്ങളുടെ യാത്രാ ബുദ്ധിമുട്ടിൽ. 3 അടി വീതി ഉണ്ടായിരുന്ന നടപ്പുവഴിയിൽ ഇരുഭാഗത്തും സ്വകാര്യ വ്യക്തികൾ വേദികൾ സ്ഥാപിച്ചതോടെ റോഡിന്റെ വീതി കുറഞ്ഞ കാൽനട യാത്ര ദുരിതത്തിൽ. കട്ടപ്പന നിർമ്മല സിറ്റി വാഴവര PMGSY റോഡിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞത് വീടിന് അപകട ഭീഷണി. റോഡിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് വലിയ തോതിൽ മണ്ണ് വീട്ടുമുറ്റത്തേക്ക് വീണത് കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയിൽ. ഇടിഞ്ഞ ഭാഗത്ത് വീണ്ടും മണ്ണിടിയാനുള്ള സാധ്യത നിലനിൽക്കുന്നു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിനൂടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.